സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരിലൊരു ചെറിയ കുറവ് മറ്റുള്ളവർ കണ്ടുപിടിക്കുകയാണ്. നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. ഈശോ പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയം വരും, അപ്പോൾ അവർ ഉപവസിച്ചോളും. എപ്പോഴാണ് നമ്മളിൽ നിന്ന് മണവാളൻ എടുക്കപ്പെടുക? എപ്പോഴും നമ്മുടെ കൂടെ മണവാളനുണ്ടല്ലേ? അങ്ങനെയാണ് നമുക്ക് ഉപവാസം വേണ്ടയോ? എന്തുകൊണ്ടാണ് അങ്ങനെ ജനം പറയുന്നത്? സത്യത്തിൽ നമ്മൾ ഉപവസിക്കുന്നുണ്ടെങ്കിലും ജനത്തിന് മനസ്സിലാകുന്നില്ല നമ്മൾ ഉപവസിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ചിലർ ജനം മനസ്സിലാക്കാൻ വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. തമ്പുരാൻ മനസ്സിലാക്കുന്ന ഉപവാസത്തിന് സമൃദ്ധിയാണ്, മുഖം മുഴുവനും സന്തോഷമാണ്, അവന് യാതൊരു ക്ഷീണവുമില്ല. അപ്പോൾ അവനോടൊപ്പം അവൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകുകയാണ്. ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു പോലുമില്ല. അപ്പോൾ ആ ഉപവാസം അവൻ്റെ കൂടെ വസിക്കുന്ന ഒരു പ്രവർത്തനമാണ്. എൻ്റെ പെങ്ങളുടെ കല്യാണം നടന്നപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം എടുക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുമൊക്കെയുള്ള ശ്രമത്തിനിടയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അവസാനം എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സിലായി, നീ കഴിക്കുന്ന കണ്ടില്ലല്ലോ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കുന്ന കണ്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചതുപോലെയുള്ള ഒരു യാത്രയായിരുന്നു എൻ്റെത്, അല്ലെങ്കിൽ ഒരു ദിവസമായിരുന്നു അത്. വലിയ സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ ദിവസമാണ്. നമുക്ക് ഭക്ഷണമല്ല നമുക്ക് സമൃദ്ധി നൽകുന്നത്, സന്തോഷം നൽകുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു വലിയ ആനന്ദമാണ്. അവൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഉപവസിക്കുന്നത് അവൻ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ളൊരു കൃപാജീവിതം നമ്മിൽ നടക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.